ഇന്നസെന്റ്, പേരുപോലെ തന്നെ ഇന്നസെന്റ്. സ്വാഭാവികമായ ശൈലിയിലൂടെ പ്രേക്ഷക പ്രീതി നേടിയെടുത്ത ഇന്നസെന്റ് ഇനി അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും നമ്മളിൽ ഓർമ്മകൾ പകർന്നുകൊണ്ടേയിരിക്കും. കേട്ടും കണ്ടും മടുക്കാത്ത പൊട്ടിച്ചിരിയുടെ നിറകുടമാണ് എന്നും ഇന്നസെന്റ്. ഒരായുസ് മുഴുവൻ ഓർത്തോർത്ത് പൊട്ടിച്ചിരിക്കാൻ എല്ലാവരുടെയും മനസ്സിലേക്ക് 1000 നിമിഷങ്ങൾ പകർന്നു നൽകിയ ശേഷമാണ് ഇന്നസെന്റ് നമ്മെ വിട്ടുപിരിയുന്നത്. തൃശ്ശൂർ ശൈലിയിലുള്ള സംഭാഷണവും വേറിട്ട ശരീരഭാഷയും സ്വതസിദ്ധമായ അഭിനയ ശൈലിയും മലയാള സിനിമ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആ കലാകാരൻ്റെ മാത്രം കഴിവുകളാണ്. ഇന്നച്ചൻ എന്ന് സിനിമാ ലോകം സ്നേഹത്തോടെ വിളിക്കുന്ന ഇന്നസെന്റ് കൊച്ചി ലോക്ചോർ ആശുപത്രിയിൽ ജീവിത വേഷം അഴിച്ച് യാത്രയാകുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടം ഏറെയാണ്. ജീവിതത്തെ തന്നെ വലിയൊരു ഹാസ്യ നാടകമായി കാണാനുള്ള ചങ്കൂറ്റമാണ് ഇന്നസെന്റിനെ വ്യത്യസ്തനാക്കുന്നത്. 750ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഇന്നസെന്റ് 1972 നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിൽ എത്തിയത്. നിർമ്മാതാവും ഹാസ്യ നടനും സ്വഭാവ നടനുമായി പിന്നാലെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഗജകേസരി യോഗം, റാഞ്ചി റാവു സ്പീക്കിംഗ്, ഡോക്ടർ പശുപതി, മാന്നാർ മത്തായി സ്പീക്കിംഗ് തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. 2009 മികച്ച നടനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ഇന്നസെന്റിന് ലഭിച്ചു. കൂടാതെ മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 2014 മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഏറെക്കാലം ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനവും അലങ്കരിച്ചിരുന്നു. ക്യാൻസർ രോഗത്തെ അതിജീവിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ വ്യക്തിയായിരുന്നു ഇന്നസെന്റ്. രോഗത്തെ തന്റെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട അദ്ദേഹം ക്യാൻസർ വാർഡിലെ ചിരി ഉൾപ്പെടെ പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ജീവിതവും സിനിമയും നൽകിയ കൗതുകവും തീക്ഷ്ണവുമായ അനുഭവങ്ങളെ സ്വതസിദ്ധമായ നർമ്മത്തിൽ ചാലിച്ചെഴുതിയതായിരുന്നു ഇന്നസെന്റിന്റെ ഓർമ്മ പുസ്തകം. കോമഡി റോളുകളും സീരിയസ് റോളുകളും ഒരുപോലെ വഴങ്ങുന്ന നടനാണ് ഇന്നസെന്റ്. ഏത് കഥാപാത്രവും ജനഹൃദയത്തിൽ പതിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ ഇന്നസെന്റിന് കഴിഞ്ഞിരുന്നു എന്നതാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കിയത്. എല്ലാ വേഷവും അനായാസം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും കോമഡി തന്നെയായിരുന്നു ജനഹൃദയത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത്. വിയറ്റ്നാം കോളനിയിലെ ഇതല്ല ഇതിനപ്പുറം ചാടിക്കടക്കുന്നവനാണ് ഈ കെ ജോസഫ്, കല്യാണരാമനിലെ ചേട്ടാ കുറച്ച് ചോറിടട്ടെ, മാന്നാർ മത്തായി സ്പീക്കിങ്ങിലെ വാഴയാണെങ്കിൽ എന്താ വാ തുറന്നു പറഞ്ഞൂടെ, അഴകിയ രാവണനിലെ തോന്നയ്ക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുത്തു, കിലുക്കത്തിലെ അടിച്ചുമോളെ, ഗോഡ്ഫാദറിലെ നീ എന്തിനാ പഠിക്കണേ തുടങ്ങി നമ്മുടെ സംസാര ഭാഷയിൽ കുടിയേറിയ നിരവധി ഡയലോഗുകളുണ്ട്. എത്ര നാൾ കഴിഞ്ഞാലും തലമുറ മാറി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കും. നാവിൻ തുമ്പിൽ നർമ്മം പുരട്ടി നമ്മെ സന്തോഷിപ്പിച്ച നർമ്മമുഖത്തിന് ആദരാഞ്ജലികൾ.